വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം നാളികേര ഫെഡറേഷന്റെ കീഴിൽ ഇളനീർ പാർലർ പ്രവർത്തനം ആരംഭിച്ചു. കയ്പമംഗലം വില്ലേജ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച ഇളനീർ പാർലറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA നിർവഹിച്ചു. ഇപ്പോൾ അത് മാറി കേരളത്തിൽ നാളികേരത്തിന്റെ ഉത്പാദനം കുറഞ്ഞ് കർണാടകയും തമിഴ്നാടാണ് കേരളത്തിൽ കൂടുതൽ നാളികേര ഉത്പാദനം. നാളികേരത്തിന്റെ ടോട്ടൽ ഉത്പാദനം മാത്രമല്ല, ഓരോ തെങ്ങിന്റെ ഉത്പാദനത്തിന്റെ കാര്യത്തിലും തമിഴ്നാടിനേക്കാളും വളരെ വളരെ താഴെയാണ് കേരളത്തിന്റെ നാളികേര ഉത്പാദനം. നാളികേര ഉത്പാദനം വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാളികേര കൃഷി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് തെങ്ങില് നാളികേരം തെങ്ങ് തരാ അത് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി വിൽക്കുക എന്നല്ലാതെ അതിനിടയിൽ ഈ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ നാളികേരത്തിൻ്റെ ഈറ്റില്ലമായ കേരളം വളരെ വളരെ പുറകിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ ടെക്നോളജികൾ വളർന്നു വരികയാണ്. ഫെഡറേഷൻ പ്രസിഡന്റ് KK ഹിരൺ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ അഫൂർ, വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, അനിത ബാബു, PC മനോജ്, KV അബ്ദുൽ മജീദ്, VR ഷൈൻ, MD സുരേഷ്, KK സുഗതൻ എന്നിവരും സംസാരിച്ചു. മതിലകം പോലീസിന്റെയും ആക്സ് ചന്ദ്രാപിന്നി ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുരിക്കുഴി LP സ്കൂളിൽ നടന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എന്നതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പാണ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി ശാസ്ത്രീയമായ ഒരു നിഗമനത്തിലെത്താനുള്ളത്. നമ്മൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രോഗം, അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി ക്ലാസ് കൂടെ നടക്കാൻ പോകുന്നത് ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് തിരക്കുള്ളതുകൊണ്ടല്ല, എനിക്ക് ഒരുപാട് വഴികളുള്ളതുകൊണ്ടാണ്. കാരണം ഇവിടെ നേരം വൈകിയ പിന്നെ എല്ലാവരും ജോലി നേരം ഓടിക്കാൻ എല്ലാവർക്കും ആശംസകൾ നൽകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മതിലകം SI D മിഥുൻ, ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് KK ശേഖരൻ, EM ഷമീർ, സുനിൽ ബാബു എന്നിവരും സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ജനസാമീപ്യ യാത്ര നടത്തി. ഗ്രാമവാസികൾക്ക് പരാതി സമർപ്പിക്കുന്നതിനും കർമ്മപരിപാടിയിലെ പദ്ധതികളിൽ ആനുകൂല്യത്തിന് അപേക്ഷ നൽകുവാൻ സൗകര്യമൊരുക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സെക്രട്ടറി PK ബാബു, മറ്റു ഭരണസമിതി അംഗങ്ങളും യാത്രയിൽ പങ്കെടുത്തു. വലപ്പാട് പോലീസ് സർക്കിളിന് കീഴിലുള്ള തീരദേശത്തെ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് CI KT സലീൽ കുമാർ അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, വലപ്പാട് SI രവി സന്തോഷ് എന്നിവരും സംസാരിച്ചു. അഡ്വക്കേറ്റ് സജിത ക്ലാസിന് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാഞ്ചാക്കൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. രാവിലെ പള്ളി ഉണർത്തൽ, ഉഷപൂജ, പഞ്ചഗവ്യം, നവകം, പ്രഭാത ശീവേലി, കലശം എഴുന്നള്ളിപ്പ്, അഭിഷേകം, നടക്കൽ പറയെടുപ്പ്, വൈകിട്ട് പകൽപൂരം, പൊങ്കാല സമർപ്പണം, ദീപാരാധന, അത്താഴപൂജ, രാത്രി ദേവിക്ക് കളംപാട്ട്, തോറ്റംപാട്ട്, ഗുരുതി എന്നിവയും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു.
SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ കുടുംബ സംഗമം നടത്തി. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ബിന്നി ടീച്ചർ, PD ശങ്കരനാരായണൻ, KK കുട്ടൻ എന്നിവരും സംസാരിച്ചു. പ്രവൃത്തി സംഹിതയാണ്. ഗുരുവിന്റെ ഉപദേശങ്ങളെ ആത്മാനന്ദ സ്വാമി പദ്യരൂപത്തിലാക്കിയിട്ടുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഇതില് അനൗൺസ്മെന്റ് പറയുന്ന പോലെ once again I repeat, ഞാൻ വീണ്ടും പറയുന്നു, ഗുരുവിന്റെ ഉപദേശങ്ങളെ ആത്മാനന്ദ സ്വാമി പദ്യരൂപത്തിൽ ആക്കിയതാണ് ശ്രീനാരായണ ധർമ്മം. ക്ലിയർ? മനസ്സിലേക്ക് പറഞ്ഞു. ഗുരുവിന്റെ ഉപദേശങ്ങള് എന്താണ്? ഗുരു എന്താണ്? ജാതി. അപ്പൊ ഗുരു പറഞ്ഞു ഇന്നതാണ് ജാതി. ചന്ദ്രാപിനി ഈസ്റ്റിൽ 6 അടി നീളമുള്ള പടവലം വിളവെടുത്തത് കൗതുകമായി. മാഞ്ചാക്കൽ ഗോപിനാഥിന്റെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലാണ് അപൂർവ വലിപ്പമുള്ള 2 പടവലം വിളഞ്ഞത്. ഇതിനു മുൻപ് പടവലം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിപ്പമുള്ള പടവലം വിളവ് ലഭിക്കുന്നത് ആദ്യമാണ്. പടവലം കൂടാതെ മത്തൻ, കുമ്പളം, ചീര, ചേന, മുളക്, കയ്പ, വെണ്ട തുടങ്ങിയ പച്ചക്കറി കൃഷികളും ഗോപിനാഥിന്റെ കൃഷിയിടത്തിൽ ഉണ്ട്. നേരത്തെ 40 കിലോയുള്ള കാച്ചിലും 15 കിലോയുടെ ചേനയും വിളഞ്ഞത് കൗതുകമായിരുന്നു. ചന്ദ്രാപിനി കണ്ണമ്പുള്ളിപ്പുറം പള്ളിപ്പറമ്പിൽ കുഞ്ഞിമരക്കാർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. റഷീദ, സഫിദ, ബവിത, അജിത് അലി എന്നിവർ മക്കളും ഇബ്രാഹിം, സഗീർ, സിദ്ദിഖ്, ഹൈറുനീസ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. ഏഴരക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കാല IHDP കോളനിയിൽ സേവന സംഗമം നടത്തി. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ കുടുംബ സംഗമം നടത്തി. ജില്ലാ പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം നാളികേര ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇളനീർ പാർലർ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.